Welcome back to my YouTube channel Sambar and Stills. ഇപ്പം നല്ല മഴയാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂടൊക്കെ മാറി ഇപ്പം നല്ല എന്താ പറയുക, നല്ല തണുപ്പ് ഫീൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം മുന്നേ അമ്മ വീട്ടിൽ പോയെന്ന് എനിക്ക്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ. അപ്പം ഞാൻ ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉലുവയും കടുകും ഒന്ന് ചൂടാക്കുക കേട്ടോ. ഉലുവ ഒന്ന് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഞാൻ കാശ്മീരി മുളക് പൊടി ചൂടാക്കിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുന്ന കണ്ണിമാങ്ങ ഇതാണ്. എന്താ രസമല്ലേ കാണാൻ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക, മാങ്ങ സെപ്പറേറ്റ് ആക്കുക. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഞാൻ അച്ഛമ്മയൊക്കെ പണ്ടുണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്നായിട്ട് ഇടലാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ മുറിച്ചിട്ടാണ് ചെയ്യാൻ പോവാണ്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇത് മണം വരുമ്പോൾ തന്നെ ഒക്കെ ഇങ്ങനെ മണം വരുമ്പോൾ ഒക്കെ ഭക്ഷണം ചോറുള്ളത് ഓർമ്മ വരണം. കൽമാങ്ങ നൊക്ലാച്ചിയ. അതെ, അയ്യോ അതാ ചാടണം. പണ്ട് അച്ഛമ്മ ഉണ്ടാക്കൂട്ടാ. അച്ഛമ്മ തന്നെ ആളാ. കണ്ണിമാങ്ങ ആ പ്രായത്തിൽ ഇതിങ്ങനെ ഒക്കെ പൊട്ടിച്ച് വെച്ച് ഭരണിക. ഇന്ന് വെള്ളം ഇങ്ങോട്ട് ഇതായി. ഇതൊന്ന് നല്ലോണം സൂം ചെയ്യാൻ പറ്റും. ഒന്ന് വെറുതെ നൊക്ലാച്ചിയേക്ക് ഇത് ഒരു ഉപ്പിലിട്ട പോരുണ്ട്. നാത്ത മുറിച്ചാണ്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചാട്ടാ. അമ്മ ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പം അമ്മ എന്നോട് ഈ ഉണ്ടായിക്കോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ഇതിങ്ങനെ കുട്ടിക്കാലത്ത് ഇതിങ്ങനെ കുട്ടിക്കാലത്തെ കഴിച്ച ഓർമ്മ വരാണ്. അച്ഛമ്മ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭരണികളിൽ ഇങ്ങനെ ആക്കി വെക്കണ്ട. അവിടെ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഇത് വിളമ്പും. എന്നിട്ട് ഞാൻ പറഞ്ഞിലേക്ക് കുറേ അമ്മായിമാരുണ്ടെന്ന്. അമ്മായിയമ്മ അല്ല കേട്ടോ, അമ്മായിമാർ. 4 അച്ഛച്ചന്മാരുള്ളതുകൊണ്ടൊക്കെ കുറേ അമ്മായിമാരുണ്ട്. അപ്പോൾ ഓണത്തിന് ഓരോ ദിവസവും ഓരോ വീട്ടിലാവും സദ്യ. അപ്പം ഞങ്ങളുടെ തറവാട്ടിൽ അന്നൊക്കെ ഞാൻ കുട്ടിയാണ്. ആ സമയത്തൊക്കെ അവിടെ വെച്ചാവുമ്പോൾ അവരിങ്ങനെ അമ്മായിമാർ പറയും, ഓരോന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല ആ സമയത്ത്, എടി അച്ഛമ്മ കാണാതെ ആ ഭരണിയിൽ നിന്ന് കടുമാങ്ങ കൊടുത്തുണ്ട് എടി. എന്നിട്ട് ഞങ്ങൾ എടുത്തുണ്ട്. എന്നിട്ട് ആ തൊഴുത്ത് ഞങ്ങളെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് തൊഴുത്തുണ്ട്. അവിടെ എടുത്തുണ്ടാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ ബടായി പറയും ചെയ്യും, ഇതിങ്ങനെ തിന്നും ചെയ്യും. ഒക്കെ രസമായിരുന്നു. അപ്പോൾ ഇനി അതിനത്രല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇത് കേടൊന്നും. ഇത് നിലത്ത് വിടാണ്ട പൊട്ടിക്കണം. ഇത് അമ്മ എങ്ങനെ പൊട്ടിച്ചാവാം. നമുക്കിവിടെ മൂച്ചിയും മാവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും കിട്ടില്ല. പിന്നെ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കണം. അതാ ഇങ്ങനെ ചുങ്ങി നിൽക്കണം. ഇതാണ് അതിൻ്റെ പാകം. അച്ഛമ്മ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മുറിക്കൂല. ഞങ്ങൾ വിളമ്പണ നേരത്തെ മുറിക്കുക. നമ്മൾ ഇതിലേക്ക് മുളക്, കാശ്മീരി മുളക് പൊടി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ അച്ഛമ്മ ഈ കണ്ണിമാങ്ങയ്ക്കുള്ള മുളക് എങ്ങനെയാ വെച്ചാൽ ഉണക്കമുളക് വാങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് മുറിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളയും. എന്നിട്ട് പൊടിക്കലാട്ടോ. അന്നൊന്നും മിക്സിയിലല്ല പൊടിക്കുക. അച്ഛമ്മ എനിക്ക് തോന്നുന്നു ഒരലിട്ട് പൊടിക്കുന്നേ തോന്നുന്നത്. ഇത് മുളക് ഇതിങ്ങനെ തരിപ്പയിൽ തരിക്കണതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ഭയങ്കര ഇതാവും, മൂക്കിൽ കയറിയിട്ട് തുമ്മിയിട്ട് ഭയങ്കര ഇതാവട്ടാ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എളുപ്പപ്പണിയാണ് കാശ്മീരി മുളക് പൊടി ഒന്ന് ചൂടാക്കിയതാട്ടോ. നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലുണ്ടല്ലോ വീഡിയോ ഒക്കെ എടുത്തുട്ടാ. ഇതൊക്കെ ഇടുന്നത് കാണിച്ചു, പക്ഷേ വീഡിയോ റെക്കോർഡായിട്ടില്ല. എൻ്റെ അടുത്ത് എന്തോ ഒരു അബദ്ധം പറ്റിയതാണ്. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഈ കടുമാങ്ങ ഉപ്പിലിടാൻ, നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടാനുള്ള ഉപ്പിൻ്റെ വെള്ളമാട്ടോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാകത്തിനാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇടാൻ പോണത് കടുക്, ഉലുവയൊക്കെ പൊടിച്ചിട്ട് ചേർക്കണം. പിന്നെ എണ്ണ ചേർക്കണം, കായപ്പൊടിയും ചേർക്കണം. അപ്പോൾ നമുക്കത് പൊടിക്കാം. ഇത് ഞാൻ തുണി വെച്ചാട്ടോ അതിൽ. ഇത് നമ്മളിങ്ങനെ പൊടിക്കാം പതുക്കെ. നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കാം, കായം മൂപ്പിക്കണം. അപ്പോൾ അതിന് നമ്മൾ
CMൻ്റെ എള്ളെണ്ണ ഉപയോഗിക്കുകയാണ്. ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം, മൂപ്പിക്കാം. മൂക്കട്ടെ. ഇത് നമുക്ക് പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കണം. നോക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കായം പൊടിച്ചിട്ടിട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഉലുവയും കടുകും പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിൽ കായം ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുന്നേ ഈ ഉപ്പിൽ ഇട്ട വെള്ളം നമുക്കൊന്നുകൂടി ഒഴിച്ചെടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ. ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇരിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് അച്ചാർ കുപ്പിയിലേക്ക് ആക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ. കണ്ടില്ലേ? ഹായ്, നൊസ്റ്റു കുട്ടിക്കാലം ഓർമ്മ വരാം. കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കുപ്പി. അപ്പം നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് ആക്കുന്നു. ലിച്ചുവിനൊക്കെ എക്സാം ആയതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ലിച്ചൊക്കെ ക്യാമറ പിടിച്ച് സഹായിച്ചു തന്നെയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിലേക്ക് ഇങ്ങനെ ഇടുന്നു. പിന്നെ മുഴുവൻ ഇട്ടിട്ട് കാണിച്ചാൽ കേട്ടോ. അമ്മ ഇന്നലെ വിളിച്ചപ്പോഴും ചോദിച്ചു ഉണ്ടാക്കിയില്ലേ എന്ന്. അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണിതേ മാങ്ങ. അപ്പോൾ നമ്മളിതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഉപ്പിലിട്ട വെള്ളം ഉണ്ടായിരുന്നു, അത് നമുക്കിതിൽ ഒഴിച്ചിട്ട് ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ ഇനിയും ചേർത്ത് കൊടുക്കാണ്ട് സാധനം എന്താണ്, നമ്മൾ എണ്ണല്ലേ അത് ചേർത്ത് കൊടുക്കാണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കൂ. ഇതിന് കുറച്ച് ദിവസം കഴിയണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചെടുക്കാൻ പോവാണ്. ഈ എണ്ണ ഞാൻ കായം മൂപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. ചൂടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറട്ടെ. ഓക്കെ. അപ്പം നമ്മുടെ വായിൽ കൊതിയൂറും കണ്ണിമാങ്ങ അച്ചാർ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പണ്ടൊക്കെ ഇത് ഉണ്ടാക്കുക പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സായിരുന്നു. ഇത് എളുപ്പത്തിൽ. മടിയത്തികളൊക്കെ കേട്ടോ, മടിയത്തികൾക്കല്ല, ഇന്നിപ്പോൾ ആരാ മുളകൊക്കെ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള വഴിയാട്ടോ അത്. ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അമ്മ ചീത്ത പറയുമെന്ന് എനിക്കറിയില്ല. അമ്മ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ മുളകൊക്കെ ഉണക്കി പൊടിച്ച് കുരുവൊക്കെ കളഞ്ഞ് പൊടിച്ചിട്ട് ഉണ്ടാക്കാവുമെന്ന്. ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ലേ അമ്മേ. ഞാൻ ഇങ്ങനെ ആണ് ചെയ്യാറ്. അച്ഛമ്മയൊക്കെ ഇങ്ങനെ തോർത്തിങ്ങനെ കെട്ടും, എന്നിട്ടാണ് തരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഈ എണ്ണ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്ന് കാണില്ല അല്ലേ നമ്മുടെ കുപ്പി. ഇതിലേക്ക് നമുക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇളക്കിയിട്ട് ഇതിങ്ങനെ കുറച്ച് ദിവസം ഇരിക്കട്ടെ കേട്ടോ. പിന്നെ ഇത് നമുക്ക് അടച്ച് വയ്ക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും ഇപ്പോൾ ആയിട്ടുണ്ടാവില്ല, ആവണമെങ്കിൽ കുറച്ച് ദിവസം കഴിയണം കേട്ടോ. ഒന്നുകൂടി ഇരിക്കണ്ടേ, അപ്പോൾ ശരിയാവും. ഓക്കെ എന്നാൽ അപ്പോൾ നമ്മളെ പണി അല്ല, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് കണ്ണിമാങ്ങ അച്ചാർ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക്, 2 ദിവസമല്ല, കുറച്ച് ദിവസം ഇതിങ്ങനെ ഇരിക്കണം, അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.